വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരാഴ്ച തികയുമ്പോൾ മരണം 383 ആകുന്നു. 100-ലേറെ പേരെ ഇനിയും കാണാനില്ല. ഇവരുടെ കണക്കുകൾ ഇതെല്ലാം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അതിനൊക്കെയെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടികൾ ഉണ്ടാകും. ഇന്ന് നിയന്ത്രണങ്ങളോടെയുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. ചൂരൽമലയിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങളുണ്ട്. അവിടെ വോളണ്ടിയേഴ്സിനെ കടത്തിവിടുന്നത് പാസ് ഉപയോഗിച്ചാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ മന്ത്രിയും വിശദീകരിച്ചിരുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക് ഒരിക്കൽ കൂടി. ഹാഷ്മി, നിയന്ത്രണങ്ങളോടെയുള്ള തെരച്ചിൽ കൂടാതെ ചാലിയാറിലൊക്കെ മറ്റൊരു ദിശയിലുള്ള തെരച്ചിൽ ഉണ്ടാകുമെന്നൊക്കെ അല്പസമയം മുൻപ് റവന്യൂ മന്ത്രി പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചൂരൽമലയിൽ കടാവർ നായ്ക്കൾ വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഉപയോഗിച്ച് ഏത് തരത്തിലേക്കാണ് തെരച്ചിൽ നടക്കുന്നത്? അല്പസമയം മുൻപാണ് കേനൈൻ സ്ക്വാഡിന്റെ ഈ കടാവർ നായ്ക്കൊണ്ട് ഒരു തെരച്ചിലൂടെ നടത്തിയത്. ഇവിടെ ഒരു നായ ഒരു പോയിന്റിൽ കുറേ നേരം നോക്കി കുറയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഒരു പോയിന്റ് ഐഡന്റിഫൈ ചെയ്തു എന്ന മട്ടിൽ കുറേ അധികം പേർ അവിടെ വരികയും കമ്പ് ഒക്കെ ഉപയോഗിച്ച് നോക്കുകയൊക്കെ ചെയ്തു. എന്നാൽ അവിടെ നമ്മളിപ്പോൾ ഈ കടാവർ നായ ഇപ്പോൾ കുറച്ച് ആ സ്ഥലത്ത് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞു. തൊട്ടപ്പുറത്തെ ഒരു സ്ഥലത്തേക്ക് ഈ കടാവർ നായ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പലയിടത്തും ഈ നായ എന്ന് പറഞ്ഞാൽ അതിന്റെ തോത് മാനദണ്ഡം എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ കൂടിയും പലയിടത്തും എന്തോ സംശയകരമായി കാണുന്നു എന്ന മട്ടിൽ നായ കുരയ്ക്കുന്നുണ്ട്. ആ നായ കുരയ്ക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവർ പരിശോധിക്കുന്നുണ്ട്. കാര്യമായി പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. അതിപ്പോ രാഹുൽ അങ്ങോട്ടേക്ക് അപ്പുറത്തെ ഒരു സ്പോട്ടിലോട്ട് ആ നായ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് മാത്രമല്ല അനുജ, ഈ കടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള കൂടുതൽ പരിശോധന ഉണ്ടാകുമെന്ന് ഇപ്പോൾ സേനയും അറിയിക്കുകയാണ്. മീററ്റിൽ നിന്നും നാല് കടാവർ നായ കൂടി ഇങ്ങോട്ടേക്ക് വരികയാണ്. എന്ന് പറഞ്ഞാൽ ഈ ദുരന്തഭൂമിയിലെ ദൗത്യം അങ്ങേയറ്റം ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലായിടവും ദുർഗന്ധമുണ്ട്. ദുർഗന്ധം പലതുകൊണ്ടും ദുർഗന്ധമാകാം. ഈ ചെളിയും ഒരു സമയം കഴിയുമ്പോൾ വല്ലാത്ത ദുർഗന്ധമാകും. അതുകൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത പശ്ചാത്തലം. അതുകൊണ്ടാണ് ഈ കടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള പരിശോധന കൂടെ സജീവമാകുന്നത്. അവിടെയും രാവിലെ മുതൽ അവിടെയും ഇപ്പോൾ കൊണ്ടുവന്ന ഒരു കേനൈൻ സ്ക്വാഡ് തന്നെ കടാവർ നായാണ് അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ പരിശോധന നടത്തുകയാണ്. ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് അനുജ, ഇന്നലെ എട്ട് തിരിച്ചറിയാത്ത മൃതദേഹങ്ങളാണ് സംസ്കരിച്ചതെങ്കിൽ ഇന്നിപ്പോൾ 31 തിരിച്ചറിയാത്ത ശരീരങ്ങൾ കൂടി സംസ്കരിക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ 158 ശരീരഭാഗങ്ങൾ കൂടി ഇന്ന് സംസ്കരിക്കുകയാണ്. അതൊരു വലിയ പ്രക്രിയയാണ്. ഇന്നലെ 8 മൃതദേഹങ്ങൾ സംസ്കരിച്ചപ്പോൾ തന്നെ വലിയ തയ്യാറെടുപ്പുകൾ, സജ്ജീകരണങ്ങൾ വേണ്ടി വന്നിരുന്നു. മന്ത്രി പറയുകയായിരുന്നു, ഒരു സമയം ഏറ്റവും ചുരുങ്ങിയത് 10 മൃതദേഹങ്ങൾ എങ്കിലും വീതം സംസ്കരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 3 മണി എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നു. ഇന്നലെ മൊത്തം 9 മൃതദേഹങ്ങൾ സംസ്കരിക്കാനായിരുന്നു ആലോചന. ഏറ്റവും ഒടുവിൽ അത്ഭുതകരമായി ഒരാളെ അതിലൊരു മൃതദേഹം തിരിച്ചറിയുകയും അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നൊരു കാര്യം ഇപ്പോൾ മന്ത്രി പറയുന്നുണ്ട്. അത് അത്ഭുതകരമാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം പരിശോധനകളും തിരിച്ചറിയാൻ കഴിയാതെ പോയ മൃതദേഹമാണ്. ഇന്നിപ്പോൾ ഇത്ര വലിയ 31 മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളും എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക ആക്ഷൻ പ്ലാൻ തന്നെ വേണ്ടിവരുമെന്ന് പറയുന്നു. മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൂടുതൽ ഇന്നലെ ഓരോന്നോരോന്നായി ഇങ്ങോട്ടേക്ക് എത്തിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ലാതെ ഇത്രയധികം മൃതദേഹങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുമിച്ച് എങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തി, അല്ലെങ്കിൽ കൂടുതലായി ഇങ്ങോട്ടേക്ക് പുത്തുമലയിലേക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയുമെന്ന ആലോചനയൊക്കെ നടക്കുന്ന കാര്യം ഇന്ന് മിനിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു. ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ പരിശോധനകൾ തന്നെയാണ് പോകുന്നത്. കാരണം നമ്മളുടെ ഈ മേഖല, ചൂരൽമല മേഖലയിൽ ഇന്നിപ്പോൾ അവിടെ അതിന് മുകളിൽ മുണ്ടക്കയിലാവട്ടെ പുഞ്ചിരിമട്ടത്താവട്ടെ കാര്യമായ റിക്കവറി ഒന്നും ഈ മണിക്കൂറുകൾ ഇന്നലെ ഒന്നും കാര്യമായി നടക്കുന്നില്ല. അവിടെ പക്ഷേ കാര്യമായ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ റിക്കവറി സൂചനകളില്ല. അതുകൊണ്ട് ഇവിടെയാണ് അനുജ ഇങ്ങനെ ആ ഉരുള് പൊട്ടി വന്ന് ഇവിടെ ഇങ്ങനെ ഒരു കർവടിച്ചു പോയത്. എന്ന് പറഞ്ഞാൽ ഒന്ന് ചുഴറ്റി വട്ടത്തിൽ അങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ ഈ മേഖലകളിൽ കൂടുതൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ ഏറ്റവും കുറഞ്ഞതൊരു 7-8 അടി മണ്ണ് ഇങ്ങനെ കിടപ്പാണ്. അപ്പോൾ അത് ആഴത്തിൽ കുഴിച്ച് നോക്കണം. ആഴത്തിൽ കുഴിക്കുകയാണ്. ഇതിൽ ഇപ്പോൾ ഉണ്ടാകുന്ന വേറെ പ്രതിസന്ധി, വെയിൽ വരുമ്പോൾ മണ്ണുറയ്ക്കുന്നതും പ്രതിസന്ധിയാണ്. എന്തായാലും ആ പ്രവർത്തനം അങ്ങനെ 7ാം നാളും പുരോഗമിക്കുകയാണ്. അതെ, ആ തരത്തിലേക്ക് 7ാം ദിവസവും തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നു. ചൂരൽമലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഹാഷ്മി താജ് ഇബ്രാഹിം നൽകിയത്.